ഹലോ, അപ്പോൾ എൻ്റെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ കണ്ടാലോ. രാവിലെ തന്നെ ചോറാക്കുന്നുണ്ട്. റൈസ് കുക്കറിൽ ചോറ് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് വെളി വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. മീൻ നന്നാക്കുന്നതിന് മുമ്പ് ഞാൻ ബാക്കി എല്ലാ ജോലിയും തീർത്തിട്ടാണ് ഏറ്റവും അവസാനമാണ് മീൻ നന്നാക്കി മീൻ കറി സെറ്റാക്കുന്നത്. അപ്പോൾ മീനുള്ള അരപ്പൊക്കെ റെഡിയാക്കി. പിന്നെ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു. കപ്പ ചെറുതായിട്ട് അരിഞ്ഞ് വേവിക്കാൻ വെച്ച്. ഞാൻ കപ്പ പുഴുക്ക് പോലെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കപ്പ വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. വേവിച്ച കപ്പ നല്ലപോലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചിട്ട് ചീൻചട്ടി അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇത്തിരി തേങ്ങയിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ മൂപ്പിച്ചെടുത്തതിലേക്ക് കപ്പയെ തട്ടിയിട്ട് നല്ലപോലെ ഇളക്കി ചേർത്തെടുത്ത് കഴിഞ്ഞാൽ കപ്പ പുഴുക്ക് റെഡി. ഞങ്ങളുടെ അവിടെ തൃശ്ശൂർ ഭാഗത്താണ് കപ്പ എന്ന് പറയുന്നത്. ഇവിടെ തിരുവനന്തപുരം ഭാഗത്ത് കിഴങ്ങ് അല്ലെങ്കിൽ ചീനി എന്നൊക്കെയാണ് പറയുന്നത്, മരച്ചീനി. അകത്തെ പരിപാടിയെല്ലാം തീർന്നിട്ടാണ് ഞാൻ മീൻ നന്നാക്കുമായിരുന്നത്. നെത്തോലിയായിരുന്നു. നന്നാക്കി എടുത്തപ്പോഴേ എനിക്ക് അത്ര സുഖം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ മീൻ കറിയാക്കാതെ അത് അരപ്പ് തേച്ച് ഫ്രിഡ്ജിൽ വെച്ച് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ മീൻ അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ പിന്നെ അരച്ച് വെച്ചത് പാഴി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഏത്തക്കായ ഇരുന്നത് വെച്ച് ഒരു തട്ടിക്കൂട്ട് കറി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. മീൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് ഈ കറിയും വെക്കുന്നത്. ഞാൻ പിന്നെ മീൻ അരയ്ക്കുമ്പോഴത്തേക്കും മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും അതിൻ്റെ കൂട്ടത്തിലല്ല, പ്രത്യേകം അരച്ചെടുത്തിട്ടാണ് പ്രത്യേകം ഇട്ടാണ് അത് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മീന് പകരം ഞാൻ ഏത്തക്കായുടെ കഷ്ണങ്ങളിട്ട് കറി സെറ്റാക്കി എടുക്കുമായിരുന്നു. ഒരു സൈഡിലെ മീൻ കറി സെറ്റാകുമ്പോഴത്തേക്ക് അപ്പുറത്ത് ഞാൻ ഒരിത്തിരി പുളിശ്ശേരി ആക്കി. പുളിശ്ശേരി എനിക്കിഷ്ടമല്ല, മാഷിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി പുളിശ്ശേരി ആക്കിയത്. പിന്നെ ഞാൻ പുളിശ്ശേരിക്ക് ലാസ്റ്റ് ഒരിത്തിരി കായപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പുളിശ്ശേരി വെച്ചാൽ അടുപ്പിൽ തന്നെ അടുത്ത് ഞാൻ മീൻ പൊരിക്കാനും വെച്ചു. പണ്ടൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഒരടുപ്പിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തീരുന്ന വരെ അതിൻ്റെ അടുത്ത് തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അല്ലാതെ അതിൻ്റെ കൂടെ വേറെ ഒരു ജോലി ഞാൻ ചെയ്യാറില്ല. ഇപ്പോഴാണ് സെറ്റായി വന്നത് ഇങ്ങനെയൊക്കെ. കറിയൊക്കെ സെറ്റായതിന് ശേഷം കൈയോടെ തന്നെ അപ്പോഴും തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഇനി കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴുകി മാറ്റിയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ആൾ വന്നു. ചോറുണ്ടായിരുന്നു. പിന്നെ പൊരിച്ച മീൻ ഇവിടെ സവാള ഇടുന്ന നിർബന്ധമാണ്. അതുകൊണ്ട് പിന്നെ സവാള അരിഞ്ഞിട്ടു. പിന്നെ കറി ജസ്റ്റ് നല്ലപോലെ അങ്ങ് കുറുകിപ്പോയി. ഞാൻ ചാറാക്കിയാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ശ്രദ്ധ ഇച്ചിരി ഒന്ന് മാറിപ്പോയി. ചട്ടിയിലിരുന്ന് അതങ്ങ് കുറുകിപ്പോയി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചോറിനകത്ത് തന്നെ വീത്തിയെടുത്തത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചോറ് കഴിച്ചു. അപ്പോൾ ഉച്ചയ്ക്കുള്ള പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.